അമേരിക്കയുടെ ഭീമമായ സർക്കാർ കടവും തുടർച്ചയായുള്ള ഡോളറിന്റെ അച്ചടിയും ലോകത്തിന്റെ പല ഭാഗത്തും ഡോളറിന് പകരം പുതിയ സംവിധാനങ്ങൾ തേടുന്ന എല്ലാ നീക്കുപോക്കുകളും ഇതിന്റെ ഭാഗം കൂടിയാണ്. ഇതിന്റെ ഫലം നമുക്ക് ഇപ്പോൾ തന്നെ കാണാനാവും. ലോകത്ത് പല രാജ്യങ്ങളും വലിയ രീതിയിലാണ് സ്വർണം ശേഖരിക്കുന്നത്. ഡോളറിലുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് അതിന്റെ അടിസ്ഥാന കാരണം. വിശ്വാസം കുറയുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും നോക്കുന്നത് നൂറ്റാണ്ടുകളായി സ്വർണത്തിലേക്ക് തന്നെയാണ്. അത് തന്നെയാണ് നിലവിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ്, കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് സ്വർണത്തിന് ഏകദേശം ഇന്ത്യൻ രൂപയിൽ 8000 രൂപയോളം ഉയർന്നത്. അങ്ങനെ വലിയ രീതിയിലാണ് രാജ്യങ്ങൾ സ്വർണം കൂട്ടിവെക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ വിശ്വസിച്ചു പോരുന്ന, മനുഷ്യൻ ഏറ്റവും മൂല്യവത്തായി കണക്കാക്കുന്ന ഒരു ലോഹം തന്നെയാണ് സ്വർണം. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഡോളർ തകർച്ച നേരിടുമ്പോൾ സ്വർണത്തിന് വലിയ രീതിയിലുള്ള വില വർധന ഉണ്ടാവുന്നത്. സ്വർണത്തിന് ക്രമാതീതമായി വിലയുയരുമ്പോൾ ഒരു രാജ്യവും വെറുതെ ഇരിക്കില്ല. പരമാവധി സ്വർണം ശേഖരിക്കുക എന്ന് തന്നെയായിരിക്കും എല്ലാ രാജ്യത്തിന്റെയും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ചരിത്രത്തിൽ നിന്ന് ഇതിന് പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഡോളർ തകരുക എന്ന് പറയുന്നത് അതിന്റെ കൂടെ ലോകത്തിലെ മിക്ക കറൻസികളും തകരുക എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെലവ് കൂടും, ഇന്ധനവില ഉയരും, ജീവിത ചെലവ് 3 ഇരട്ടിയായെങ്കിലും വർദ്ധിക്കും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ സേവിങ്സ് എന്നത് കേവലം സ്വപ്നമായി മാത്രം അവസാനിക്കും. യഥാർത്ഥ പ്രശ്നം സ്വർണത്തിന് വില കൂടുന്നു എന്നതല്ല, നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറയുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. എന്തായാലും ഡോളറിന്റെ മൂല്യം തകരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്പത്തിക രംഗം വലിയ രീതിയിലാണ് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ജനാധിപത്യത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നതും യുദ്ധമുറവിളി ഉണ്ടാകുന്നതും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.